ഗുജറാത്ത് വിമാന അപകടവും ബ്ലാക്ക് ബോക്സും തമ്മിലുള്ള ബന്ധങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ബ്ലാക്ക് ബോക്സ്? ഇത് സാധാരണഗതിയിൽ ഇതിൻ്റെ നിറം ബ്ലാക്ക് അല്ല, ഇത് ഓറഞ്ച് നിറമാണ്. അപകടം ഉണ്ടായ പെട്ടെന്ന് കണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ബോക്സിന് ഓറഞ്ച് നിറം കൊടുക്കുന്നത്. ഇത് സാധാരണഗതിയിൽ ബ്ലാക്ക് ബോക്സ് ഫ്ലൈറ്റിൻ്റെ വാലറ്റത്താണ്. അതിൻ്റെ കാരണം വാലറ്റം ക്രമേണ ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ പൊതുവെ കുറച്ചുകൂടെ സുരക്ഷിതമായിരിക്കും. ഫ്ലൈറ്റ് മുൻവശം ഇടിച്ച് തകരും. കൂടുതൽ അപകടങ്ങൾ മുൻവശത്തും നടുഭാഗത്തും എല്ലാം വരാം. പിൻവശം വാലറ്റം പൊതുവെ ഡാമേജ് കുറഞ്ഞിരിക്കും. അതുകൊണ്ട് ഈ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡ് എന്ന് പറയുന്ന FDR ഇരിക്കുന്നത് ബാക്കിലെ വാലറ്റത്താണ്. അതുകൊണ്ട് ഈ അപകടം നടന്ന ഉടനെ അവിടെ മുഴുവൻ അത് നമ്മൾ തപ്പി നോക്കുന്ന കണ്ടു, സെർച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ GS മാലിക് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അവിടെ മുഴുവൻ കോഡൻ ചെയ്ത് ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള തെരച്ചിലായിരുന്നു നമ്മൾ കണ്ടു. ഏകദേശം ബ്ലാക്ക് ബോക്സ് 1-2 ദിവസത്തിനകം കണ്ടെത്തുകയും ചെയ്തു. ഈ ബ്ലാക്ക് ബോക്സിൽ എന്താണ് ഇരിക്കുന്നത്? സാധാരണ ഈ ബ്ലാക്ക് ബോക്സിൽ അവർ റെക്കോർഡ് ചെയ്യുന്നത് വിമാനത്തിൻ്റെ ഉയരം, പിന്നെ അതിൻ്റെ വേഗം അറിയാം. എൻജിൻ്റെ പെർഫോമൻസിന് അതെങ്ങനെയാണ് ഏകദേശം അതും അറിയാൻ പറ്റും. വിമാനത്തിൻ്റെ പാത രേഖപ്പെടുത്തും അതിനകത്ത്. ഇങ്ങനെ 3-4 കാര്യങ്ങളാണ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിൽ അല്ലെങ്കിൽ FDRലെ ബ്ലാക്ക് ബോക്സിൽ സാധാരണഗതിയിൽ കിട്ടുന്ന വിവരങ്ങൾ. ഇപ്പം നമുക്ക് ലഭിച്ച ഈ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സിന് കുറേ അധികം ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഫ്ലൈറ്റ് മൂക്കുകുത്തി വന്ന് ഇടിച്ച് വീണ് ആൾക്കാരെ മുഴുവൻ ചെതറി. അപ്പം തന്നെ എക്സ്പ്ലോഷനും ഉണ്ടായി, ഫ്ലൈറ്റ് കത്തി. അതിൻ്റെ മൂക്കറ്റം അവിടുത്തെ മെഡിക്കൽ കോളേജിലെ ഒരു ഹോസ്റ്റലിൻ്റെ അകത്തോട്ട് ഇടിച്ച് കയറി. ഫ്ലൈറ്റിൽ നമുക്കറിയാം അതിൻ്റെ 290 പേര് മരിച്ചതായിട്ടാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. കാരണം ഫ്ലൈറ്റിൽ മൊത്തം 246 പേരുണ്ട്. പിന്നെ ആ ഹോസ്റ്റലും അതിൻ്റെ പരിസരത്തും മരിച്ചവരെ കണക്കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോഴാണ് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ ബോയിങ് 787-8 ഡ്രീം ലൈനറിലെ അപകടത്തിലെ 290 പേര് മരിച്ചതായിട്ടാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അതിൻ്റെ കണക്ക് ഇനിയും കൂടാം. അതിൻ്റെ വ്യക്തത കൃത്യമായ കണക്കല്ല എങ്കിലും 290 പേര് മരിച്ചതായിട്ടാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡ് FDR നമുക്ക് ലഭിച്ചു. അത് ഇനി പരിശോധിക്കണം. സാധാരണഗതിയിൽ ഇത് 30 ദിവസം കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഡീറ്റെയിൽസ് സ്വതവേ നശിച്ചു പോകും. നമുക്കറിയാം കമ്പ്യൂട്ടറിൽ പലതും നമ്മുടെ വോയിസ് റെക്കോർഡർ അല്ലെങ്കിൽ മൊബൈലിലും ഒക്കെ 30 ദിവസം അത് റിട്ടേൺ ചെയ്യും. അതിനുശേഷം നാച്ചുറലായിട്ട് അത് അപ്രത്യക്ഷമാവും. അതുപോലെ ഈ ബ്ലാക്ക് ബോക്സിലെ ഫ്ലൈറ്റ് FDR 30 ദിവസത്തിന് ലഭിക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇത് കണ്ടെടുക്കുന്നതും അത് പ്രിസർവ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഇതിൻ്റെ കോക്ക്പിറ്റിൽ ഉള്ളത് വോയിസ് റെക്കോർഡറാണ്. ആ കോക്ക്പിറ്റിൽ അവിടെ പൈലറ്റുമാർ സംസാരിക്കുന്ന വിവരങ്ങൾ അതവിടെ അവസാനത്തെ 2 മണിക്കൂർ ഉള്ളത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും. പിന്നെ സാധാരണഗതിയിൽ ഈ ബ്ലാക്ക് ബോക്സ് കരയിലാണ് മിക്കവാറും. വെള്ളത്തിൽ വീണാൽ അതെങ്ങനെയാണ് ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തണം? വെള്ളത്തിലാണ്, കടലിലാണ്, അല്ലെ വലിയ തടാകത്തിലാണ്. അപ്പം ഈ ബ്ലാക്ക് ബോക്സിൻ്റെ അകത്തുനിന്ന് അൾട്രാസോണിക് സിഗ്നൽ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. 30 ദിവസത്തോളം അൾട്രാസോണിക് സിഗ്നൽ ഇതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് വലിയൊരു സൗകര്യമാണ്. മറ്റൊരു കാര്യം, ഈ കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡർ ലഭിച്ചാൽ ആ പൈലറ്റുകൾ തമ്മിൽ സംസാരിച്ച എല്ലാം അതിനകത്ത് വിവരങ്ങൾ കിട്ടും. അവിടുന്ന്
അവർ എയർപോർട്ടിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് അത് കിട്ടും. പൈലറ്റും കോ പൈലറ്റും തമ്മിൽ സംസാരിച്ചത് അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് സംസാരിച്ച് ആ കോക്പിറ്റിനകത്ത് വെച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യും. ഇവിടെ ഇപ്പം നമുക്ക് ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ള ബ്ലാക്ക് ബോക്സാണ് ലഭിച്ചിരിക്കുന്നത്. അത് സാധാരണഗതിയിൽ വാഷിംഗ്ടണിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിലേക്ക് കൊണ്ടുചെന്നെങ്കിൽ മാത്രമേ പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ആ പരിശോധന കാരണം ഈ ബോയിങ് 787-8 അമേരിക്കൻ നിർമ്മിതമാണ്. അതുകൊണ്ട് വാഷിംഗ്ടണിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യത കണക്കാക്കിക്കൊണ്ടായിരിക്കാം അതിൻ്റെ ഇന്ത്യ ഉദ്യോഗസ്ഥന്മാരും ഒരു സംഘവും അതിൻ്റെ പിന്നിൽ കൂടെ പോകുന്നുണ്ട്. സാധാരണഗതി ഒരാഴ്ച 2 ആഴ്ച ചിലപ്പോൾ മാസങ്ങളോളം എടുക്കും ഇത് ഡീകോഡ് ചെയ്തെടുക്കാൻ. അതുകൊണ്ട് അപകടത്തെപ്പറ്റിയുള്ള നിർണായക വിവരങ്ങൾ സാധാരണഗതിയിൽ ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആദ്യത്തെ 30 സെക്കൻഡ് ഈ ടേക്ക് ഓഫ് ചെയ്ത് 30 സെക്കൻഡ് കഴിഞ്ഞപ്പം ഒരു വലിയ ശബ്ദം കേട്ടു എന്ന് അത് ആ അപകടത്തിൽ ജീവിച്ച ഏക വ്യക്തിയുടെ മൊഴി പറയുന്നുണ്ട്. വിശ്വേഷ് കുമാർ രമേശ് മാത്രം ജീവിച്ചു. അപകടം ഉണ്ടായിരുന്ന തീയിൽ നിന്ന് അദ്ദേഹം ആ ലൊക്കേഷനിൽ പെട്ടെന്ന് ചാടി ഇറങ്ങി റോഡിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അപ്പോൾ ഒരു മൊബൈൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം മാത്രമാണ് ജീവിച്ച ഏക വ്യക്തി. അദ്ദേഹത്തിൻ്റെ ബ്രദർ ചേട്ടന് അതേ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. ആ വ്യക്തി മരണപ്പെട്ടു. എന്തായാലും നമുക്ക് രഞ്ജിത ആർ നായർ എന്ന പത്തനംതിട്ടക്കാരിയുടെ മൃതദേഹം കിട്ടിയിട്ടില്ല. അതായത് അവരുടെ ബ്രദർ അവിടെ എത്തിയിട്ടുണ്ട്. അത് DNA കൊടുത്തു. പക്ഷേ അവരുടെ ബോഡി ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്ത് DNA പരിശോധന കഴിഞ്ഞ് തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ അപകടത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇതിനകത്ത് പ്ലെയിനിലിരുന്നവരെല്ലാം ആ എക്സ്പ്ലോഷനോടുകൂടി ചിന്നിച്ചെതറി ബോഡികൾ പല ഭാഗങ്ങളായിട്ടാണ് പല സ്ഥലത്തും കിടക്കുന്നത്. DNA ചില ഭാഗങ്ങൾ എടുത്ത് പരിശോധിച്ച് ശരീരത്തിൻ്റെ ചില അവയവത്തിൽ നിന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം മാത്രമേ ചിലപ്പം കിട്ടുകയുള്ളൂ മൃതദേഹത്തിൽ. അത് മൃതദേഹത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചിലപ്പം കത്തി നശിച്ചു പോയിട്ടുണ്ടാകാം. കാരണം സാധാരണഗതിയിൽ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടാകുമ്പം ബോഡികൾക്ക് പലർക്കും പരിക്കും ഗുരുതരമായ പരിക്കുകളും കാലും കൈ ഒടിയുകയും അല്ലെ ഹെഡ് ഇഞ്ചുറിയൊക്കെ ഉണ്ടായെങ്കിലും ബോഡി അതേപടി ഉണ്ടാകാം സാധാരണഗതിയിൽ. പക്ഷേ ഈ ഫ്ലൈറ്റ് താഴെ മൂക്കുത്തി വീണപ്പം തന്നെ അത് കൃത്യമായ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായി. വലിയ തീയൊക്കെ നമ്മൾ കണ്ടു. അത് സാധാരണ അപകടത്തിന് ശേഷം ഈ എക്സ്പ്ലോഷൻ നടന്നുകൊണ്ട് ബോഡികൾ പലതും ഛിന്ന ഭിന്നമായി പോയി കരിഞ്ഞ് കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ബോഡി പാർട്സുകൾ എടുത്ത് മാത്രമേ എല്ലാവരുടെയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കിട്ടാനുള്ള സാധ്യത വളരെ കുറവുമാണ്. എന്തായാലും ഈ ബ്ലാക്ക് ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഈ അപകടത്തെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നാണ് പറയുന്നതെങ്കിലും അതിനുള്ള സാധ്യതകൾ അല്പം കുറവാണ്. കാരണം ബ്ലാക്ക് ബോക്സിൻ്റെ ഡാമേജ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഡീകോഡ് ചെയ്ത് എടുക്കാനായിട്ട് വളരെ ശ്രമകരമായ പ്രശ്നങ്ങളുണ്ടാവും. ഏതായാലും അമേരിക്കയിൽ ഇത് പരിശോധിക്കും. കാരണം അവിടെ അത് പരിശോധിക്കാനായിട്ടുള്ള സംവിധാനമുള്ളൂ, വേറെ എങ്ങുമില്ല. പ്രത്യേകിച്ച് ബോയിങ് അമേരിക്കൻ നിർമ്മിതമായതുകൊണ്ടാണ് വാഷിംഗ്ടണിൽ കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് ഡീകോഡ് ചെയ്ത് അതിനകത്ത് ലഭിക്കുന്ന വിവരങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളൂ. അതിനകത്ത് വലിയ വിവരങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ടേക്ക് ഓഫ് ചെയ്ത് 30 സെക്കൻഡിനകം ഇത് ഫ്ലൈറ്റ് കൺട്രോൾ വിട്ടുപോയി ഏകദേശം ഒരു മിനിറ്റ് അല്ലെ 2 മിനിറ്റിനകം അത് ഡാമേജ് താഴെ മൂക്കുത്തി വീണ് എക്സ്പ്ലോഡ് ചെയ്ത് പോയി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ വോയിസ് റെക്കോർഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഒരു മെസ്സേജ് എന്തായാലും ആ പൈലറ്റ് അവിടുത്തെ കൺട്രോൾ റൂമിൽ അയച്ചിട്ടുണ്ട്. അതിന് റിപ്ലൈ കിട്ടാനതിന് മുമ്പ് അപകടം ഉണ്ടാകുകയും ചെയ്തു. എന്തോ തകരാറ് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള മെസ്സേജ് പോയിട്ടുണ്ട്. അത് വോയിസ് റെക്കോർഡിനകത്ത് നമുക്കത് എന്താണെന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം ലഭിക്കും. അവിടുന്ന് കൺട്രോൾ റൂമിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞതൊന്നും കാണാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങോട്ട് പറഞ്ഞത് മാത്രം കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇതിനകത്ത്. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന്, എന്തോ കാര്യമായ ഒരു തകരാറ് ഫ്ലൈറ്റിനുണ്ട് എന്നുള്ള കമ്മ്യൂണിക്കേഷനാണ് പോയെന്ന് നമ്മൾ കരുതുന്നത്. പക്ഷേ അതിനു മുമ്പ് ക്രാഷ് ഉണ്ടായി.
അപകടം അദ്ദേഹം മണത്തിരിക്കുന്നു, അത് എന്താണെന്നറിയില്ല. അത് ടേക്ക് ഓഫിന് പകരം അത് ഒരു ലെവലിൽ 687 അടി, ഏകദേശം 600 അടിക്ക് മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പം തന്നെ അത് വീണ്ടും ടേക്ക് ഓഫ് ചെയ്ത് 800 അടിയിലോട്ട് മുകളിലോട്ട് പോയില്ല, പകരം മൂക്കൂത്തി താഴോട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത്. അത് അവിടെ റെക്കോർഡ് ചെയ്ത് ആ ഫ്ലൈറ്റിൻ്റെ മൂവ്മെൻറ്റ് കണ്ടെത്തിയത് ഒരു ബാലന് അവിടെ കൗതുകത്തോട് അവിടെ ഒരു പണിക്ക് വന്ന ആളാണ്. അയാളാണ് അയാളെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത്. വേറെ ഒന്നും നമുക്ക് ലഭ്യമല്ല. ആ പയ്യൻ അതേപ്പറ്റി കൂടുതലൊന്നും ഇനി പറയരുത് എന്ന് പറഞ്ഞ് വിലക്കിയിട്ടുണ്ട്. കാരണം അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയതും ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അത് താഴോട്ട് പോകുന്നതും നമ്മൾ കാണുന്നത് ആ ഒരൊറ്റ ഷോട്ടിൽ നിന്ന് മാത്രമാണ്. എന്തായാലും ഈ ഒരു സംഭവം കേരളത്തിലെ ഇതേപ്പറ്റി ആലോചിക്കുമ്പോൾ ഇന്ത്യയിൽ 11ഓളം ഫ്ലൈറ്റുകൾ അപകടം ഉണ്ടായിട്ടുണ്ട്. അപ്പം സാധാരണഗതിയിൽ റിസ്ക് കുറഞ്ഞതാണ് ഈ ബോയിങ് 787-8 എന്ന ഡ്രീം ലൈനർ. അതുപോലെ 787-8 കൂടാതെ 787-9 ഉണ്ട്, കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാർക്ക് കയറാം. 787-10 ഉണ്ട്. അപ്പം ബോയിങ്ങിനെ പൊതുവേ ലോകത്തിൽ എല്ലായിടത്തും എല്ലാവർക്കും എല്ലാ നേഷനും എല്ലാ രാജ്യക്കാർക്കും അറിയാം അപകടം കുറഞ്ഞ ഒരു ഫ്ലൈറ്റാണ്. അതാണ് എയർ ഇന്ത്യയിൽ ഉപയോഗിച്ച 787-8. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഉള്ള അപകടമാണ് ഉണ്ടായത്. 290 പേരുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് മരണപ്പെട്ടു. 246 പേരായിരുന്നു ഈ ഫ്ലൈറ്റിലെ യാത്രക്കാരായിട്ടും അതുപോലെ 12ഓളം ജീവനക്കാരുമായിട്ട് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് 248 പേർ എൻ്റെ അകത്ത് കയറാം, 246 പേരുണ്ടായിരുന്നു. എന്തായാലും ഈ അപകടം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു, ഇന്ത്യയിലും ഞെട്ടിച്ചു. നമുക്ക് വളരെ വിലപ്പെട്ട വളരെയധികം ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. അതിനകത്ത് ഇപ്പം DNA വെച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് 149 ഇന്ത്യക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തു, 7 പോർട്ടീസുകാരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, 32 ബ്രിട്ടീഷുകാരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, ഒരു കനേഡിയനെ ഐഡൻറ്റിഫൈ ചെയ്തു. മൊത്തം 189 പേരെ ഐഡൻറ്റിഫൈ ചെയ്തു എന്നാണ് ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നത്. ഏതായാലും അഹമ്മദാബാദ് കമ്മീഷണർ GS മാലിക്കിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. 3 മാസത്തിനകം ആ അന്വേഷണ റിപ്പോർട്ട് DGCAക്ക് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അവരുടെയും അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ടെക്നിക്കലായിട്ടുള്ള ഈ ബ്ലാക്ക് ബോക്സിൻ്റെയും മറ്റും DGCA ആണ് അന്വേഷണം നടത്തുന്നത്.